ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെയും പോകാതായി. എവിടെ ട്രംപ് വരുന്നു അവിടെ പോകത്തില്ല. UN പോയില്ല, ഏഷ്യൻ സമ്മിറ്റിൽ പോയില്ല. ട്രംപ് പോകാത്തടത്ത് മോദി പോകാൻ തുടങ്ങി. അതുമല്ല, ട്രംപ് കിട്ടുന്നിടത്തെല്ലാം ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് കിട്ടിയ ഹൈലൈറ്റ് അത് നമ്മൾ അത് കാണാതിരിക്കരുത്. എത്ര പെട്ടെന്ന് വളരെ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ ആ സ്പേസിലോട്ട് കയറി. ആ സമയത്ത് ചൈന പോലും നമുക്കെതിരെ തിരിഞ്ഞു. ചൈനയും നമ്മളെ അവിടെ കൊണ്ടുപോയി. എന്താണ് ശരിയുടെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പഴയ ചരിത്രം കൂടെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മളെ ഒരു സോവിയറ്റ് ബ്ലോക്കിന്റെ ഭാഗമായിട്ട് നിന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാൻ എന്നും USA കൂടെ നിന്നൊരു രാജ്യം. അതെല്ലാം കഴിഞ്ഞു. USSR തകർന്നു. അത് കഴിഞ്ഞ് ഇന്ത്യ അമേരിക്കൻ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ആ ഗ്ലോബലൈസേഷൻ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് നരസിംഹറാവു ഗവൺമെന്റിന്റെ ഇതിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുത്തു. അപ്പം അന്ന് ഒരു കാലത്ത് അച്ഛൻ ഓർമ്മ ഉണ്ടാവും, എയർ ഇന്ത്യയുടെ ഇന്ത്യൻ എയർലൈൻസിന്റെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പോയി കാല് പിടിക്കുന്ന ഒരു കാലം ഓർത്തുനിന്ന. അവിടെ ജെറ്റ് എയർവേസ് ഉണ്ട്. ഇന്ന് ആ ജെറ്റ് എയർവേസ് ഒന്നും അല്ലാത്ത അവസ്ഥ. നമ്മളിപ്പോൾ ഏവിയേഷൻ സെക്ടറൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ടോപ്പിക് അതല്ല, എങ്കിലും ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ബിൽ സിയന്ററാണ് ആദ്യമായിട്ട് പിന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ബിൽ സിയന്ററും ഹിലാലി കിങ്ങും കൂടെ ഡൽഹിയിൽ വരുന്നത്. എന്നിട്ട് അവർ പിന്നെ ഇത് കാണാൻ വേണ്ടി പിന്നെ താജ്മഹലിൽ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ പിന്നെ രാജസ്ഥാൻ ഡെസേർട്ടിൽ പിന്നെ ഒട്ടകത്തിന്റെ ക്യാമലിന്റെ മുകളിൽ കയറി പോയ ഫോട്ടോസ് എനിക്ക് പ്രിയ ഓർക്കും. എനിവേ, അതിനുശേഷം റിപ്പബ്ലിക്കൻസ് ഓഫ് ഡെമോക്രാറ്റ്സ് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ മുഴുവൻ ഇന്ത്യയോട് ചേർന്നു. എന്താണെന്ന് തന്നെ കാരണം, വരുന്ന ചൈനീസ് ത്രെട്ടിനെ ഒതുക്കാൻ ഇന്ത്യയാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് പല കാര്യങ്ങളും ഇന്ത്യക്ക് വേണ്ടി കൂടെ വന്നു, നമ്മളെ വളർത്തി. അതിന്റെ ഇടപെടാം. ബേസിക്കലി ഇത് ഈ കൗണ്ടർ ബാലൻസ് ആണ് ഡിപ്ലോമാറ്റിക് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി. അതായത് കൗണ്ടർ ബാലൻസ്. ചൈന പൊട്ടൻഷ്യൽ ത്രെട്ടാണ് അമേരിക്കയ്ക്ക്. അമേരിക്ക അലയൻസ് പാർട്ട്നേഴ്സിന് ത്രെട്ടാണ്. ജപ്പാന് ത്രെട്ടാണ്. കൊറിയക്ക് ത്രെട്ടാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയക്ക് ത്രെട്ടാണ്. കാരണം നാറ്റോ രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യ കൊണ്ടുവരും.